ഹലോ ഗായ്സ്, വാട്സ്ആപ്പ് അല്ല വാട്സ്ആപ്പ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് നമ്മൾ പുതിയ ഒരു വീടും കാര്യമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിന് ഇന്ന് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്ന മൈനിങ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ഇതിലും കൂട്ടൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, എന്നാൽ നമ്മുടെ അത്യാവശ്യം ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രോഗ്രസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. പുറത്തൊക്കെ ഒന്ന് സ്ട്രിപ്പിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എല്ലാം സെറ്റപ്പ് ആയി തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇപ്പം മഞ്ഞ ക്രീപ്പറെ അവിടെ നിന്ന് കേൾക്കാനും ഓക്കെ കേൾക്കണ്ട. ഉള്ളിലൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ പിന്നെ ഇരുന്ന് സെറ്റപ്പ് ആയിക്കോളാം. കണ്ടുണ്ട് കിടന്ന് തുടങ്ങട്ടെ. തണ്ടർസ്റ്റോമായ ഓക്കെ കണ്ട. ഇവിടുന്ന് ഫുഡ് കിട്ടിയപ്പോൾ കുറേ സാധനങ്ങളുണ്ട് എനിക്ക് കിട്ടി ഗൈസ്. ഓക്കെ, ഇവിടുന്ന് അപ്പോൾ അതൊക്കെയാണ്. വേറെ കാര്യമായിട്ട് ഇവിടെ ഗ്രൈൻഡൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബേസിൻ്റെ പണി തന്നെയാണ് ഇപ്പോഴും നടക്കാനുള്ളത്. പിന്നെ റൂഫ് ടോപ്പൊന്നും ഇപ്പോഴും സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഒരു നിലയും കൂടി പൊക്കണമെന്നുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ഇവിടെ ഒന്ന് ഫില്ലാക്കി സെറ്റപ്പ് ആക്കി എടുക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നാളെ മൈനിങ്ങിനേക്കായിട്ട് പോവാം ഗൈസ്. ഓക്കെ ഓക്കെ ഇന്ന് നമുക്ക് മിനിമം ഒരു അയൺ പിക്കാക്സെങ്കിലും ഉണ്ടാക്കണം. അതിന് മുമ്പ് നമുക്കത് അവിടെ ഒരു ചെറിയ കേവുണ്ട്. പിന്നെ ഇവിടെ എവിടെയോ ഒരു കണ്ട, ഇവിടെ ഉണ്ട് ഒരു വലിയ 2 കേവുണ്ട്. അത് നമുക്ക് വലിയ കേവിലേക്ക് പോകാം. അതിന് അവിടെ എത്തണമെങ്കിൽ എനിക്ക് ബോട്ടിൻ്റെ ആഗ്രഹമുണ്ട്. ബോട്ടൊക്കെ നമുക്ക് അല്ലേ. ഈ ഒരു ഫുഡ് കൂടി എടുത്താൽ കുറച്ച് വുഡ് 3 ഇതെടുത്തേക്കാം. എന്നിട്ടൊരു ബോട്ട് ഒരു ബോട്ട് മതി. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള പ്ലാങ്ക്സും കൂടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ബോട്ടെടുത്ത് പിടിക്കാൻ പറ്റിട്ട് നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് ഒരു മിനിറ്റ് കേസ് ഇത് പൊട്ടിച്ചെടുത്തോട്ടെ. ഓക്കെ, നമ്മുടെ ബേസ് എമർജി കിങ് ആയിരുന്നു ഗൈസ് പണ്ട് ഗൈസ്. ബട്ട് ഇപ്പോൾ ലൈഫ് വെറുതെ കളയരുത്. ഈ മെലം കഴിയാൻ ഇതിലൊക്കെ നല്ല കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ അവിടെ എത്തിയിട്ട് അയ്യോ അത് മറ്റേ ഉടിൻ്റെ ഞാൻ എന്തൊക്കെ പറയണ ബോട്ടിൻ്റെ ഉള്ളിൽ കേവിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് നമുക്ക് എന്താ സോംബീസൊക്കെ അടിക്കൂലേ. വീട്ടതായാണ് അയ്യേണു ഓക്കെ. അയൺ നൈസായിട്ട് എടുക്കും നമുക്ക്. ഇവിടെ കയറാൻ ഇച്ചിരി പാടാണ്. നമ്മൾ ബ്ലോക്കല്ലേ ഇരിക്കുന്നു. നമുക്ക് നൈസായിട്ട് ഇങ്ങനെ കയറാം. ഓക്കെ, പിക്കാക്സ്. ഓ, നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാനുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് അല്ലെങ്കിൽ വേണ്ട. എൻ്റെ അടുത്ത കളി നമുക്ക് ഇങ്ങനെ കയറിയിട്ട് അയനോട് അവിടെയല്ലേ നമുക്കത് ഇങ്ങനെ അങ്ങ് പോകാം. അടുത്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ 2 കൂടി ബ്ലോക്കും കൂടി പൊട്ടിച്ച് എടുത്തിട്ട് ഇങ്ങോട്ടങ്ങ് ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കയറാം ഗൈസ്. 2 അയൺ എടുക്കാൻ വേണ്ടി പെടണപ്പാടേ ഇതൊക്കെ പൊട്ടിക്കണം. അയ്യോ ആക്സ് വെച്ച് നിൽക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ഗൈസ്. നിങ്ങൾ മാക്സിമം എന്തായാലും അടിച്ച് പൊട്ടിച്ച് സഹായിക്കുക ഗൈസ്. നമ്മുടെ 10 നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഓക്കെ, ദൈവം താഴെ പോയി. ഡിസ്പോണായി പോലെന്ന് പ്രതീക്ഷിക്കാം ഗൈസ്. ഒരയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേറെ എവിടെയെങ്കിലും ഒരു അയനുണ്ട്. അതെ കിട്ടി ഗൈസ്. 3 അയനുണ്ട് കറക്റ്റ് സ്മെൽറ്റ് ആക്കാനുള്ള ഇത്. അതായത് എന്താ കറക്റ്റ് നമുക്ക് എന്താ ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇന്ന് മിനിമം ആർമറെങ്കിലും നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. ഞാൻ ബോട്ട് ഓടിക്കുമ്പോൾ വളരെ നൂബാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക ഗൈസ്. ഓക്കെ, പിന്നെ മണ്ടയിലേക്ക് ഇങ്ങനെ കയറും. വെയിറ്റ് ഇങ്ങനെ കയറാം. അതെൻ്റെ എടുക്കുക മാർഗമുള്ളൂ. പൊട്ടിക്ക് ചാടത് അമ്മേ. ഓക്കെ സെറ്റ്. 1 2 യെസ്. ക്രീപ്പറും കുറേ സോംബീസും
അയ്യോ അവിടെ ഒടുക്കത്ത സോംബി ഹോഡ് ഗൈസ്. കോളുണ്ടായിരുന്നു വെച്ച് ടോർച്ച് വയ്ക്കായിരുന്നു. അവന്മാര് ചാവണുണ്ട് ഗൈസ്. ഓക്കെ ഇച്ചിരി കോള് കിട്ടിയിരുന്നെങ്കിൽ ടോർച്ച് ഉണ്ടാക്കായിരുന്നു. അയ്യോ കോളിന് വേണ്ടി ഞാനിത് വേണ്ട ഇവിടെ തന്നെ അത്യാവശ്യം കോളുണ്ടാവും ഗൈസ്. ഈ കോളൊക്കെ എടുത്ത് ബേസിൽ കൊണ്ട് ടോർച്ച് ആക്കട്ടെ. ഓക്കെ പൊട്ടിക്കട്ടെ അങ്ങനെ പൊട്ടിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് പൊട്ടിക്കണ ഞാൻ പിന്നെയും പറയുന്നത് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 10 എല്ലാവരും ഒന്ന് മാക്സിമം അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. പിന്നെ നമുക്ക് ഈ കോളിന് നമുക്ക് ടോർച്ചിൻ്റെ ആവശ്യം മാത്രമേ വരത്തുള്ളൂ. കാരണം വുഡ് നമുക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് വുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിയേ വേണ്ട. ഓക്കെ വുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കും. നമ്മുടെ ബേസ് ഇപ്പം തന്നെ കാണാൻ അത്യാവശ്യം ലുക്കില്ലേ. ഇവിടെ നിന്ന് ജനലാക്കുക ഒച്ച വലിയ ഫോറസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ മരം എന്തെങ്കിലും ഉണ്ട്. വെയിറ്റ് നമ്മുടെ ബോട്ട് എവിടെ? എനിക്ക് പ്ലാങ്ക് ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് എനിക്ക് വീട് വരെ പോകാൻ വയ്യ. അയ്യോ ഡീസ്പോണായി പോലെ. അയ്യോ പ്ലാങ്ക് കിട്ടി ഗൈസ്. നമുക്ക് നല്ല ടോർച്ച് വേണം. അതിന് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് അയ്യോ അതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ടേ. അയ്യോ സ്റ്റിക്ക് എവിടെ? നമുക്ക് വീട്ടിൽ തന്നെ പോകണം ഗൈസ്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് വലിയ പ്രോയൊന്നുമില്ല ബോട്ട് ഓടിക്കാനോ ഇതിനൊക്കെ. പോയി നമുക്ക് ഇവിടെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് പോയി. എനിക്ക് ബേസിൻ്റെ മണ്ടേ കയറാനായിട്ട് ഭയങ്കര പാടാണ് ബേസ്. അതുകൊണ്ടേ ഇവിടെ തന്നെ നമുക്ക് ഇച്ചിരി ഇതൊക്കെ പറിച്ചെടുത്തിട്ട് പോകാം ഗൈസ്. നമ്മൾ പറഞ്ഞ ഗൈസ് ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും നമ്മുടെ ഈ സീരീസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വലുതായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്നിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ വേൾഡൊക്കെ പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലേക്ക് കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സ്റ്റിക്ക് എത്ര 44 44 മഴയല്ലേ ഈ പെയ്യണത്. മഴ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയുള്ളത്. ഇവിടെ 2 സാൻഡ് മാത്രമേ ഇവിടെ നിൽക്കുന്നത്. എന്തിനാണ് പൊട്ടിക്കാം ഗൈസ്. മഴയത്ത് പോകുന്നതൊക്കെ സേഫാണ്. ഒരു മിനിറ്റ് ഓർത്തെടുത്ത് കഴിപ്പിക്കട്ടെ. ഓക്കെ മാറിപ്പോ. ഓക്കെ ഞാൻ എങ്ങോട്ടൊക്കെ വെച്ചാൽ എനിക്ക് പോകണം. എനിക്ക് വഴിയൊന്നും പറഞ്ഞതാ. അയ്യോ ഞാൻ ഈ ടോർച്ച് വയ്ക്കുന്നുണ്ട് ഗൈസ്. വില്ലേജർ സോംബിയൊക്കെ അവിടെ ക്രീപ്പർ ഓടിക്കോ. പച്ചാത്തേനെ നമ്മുടെ സോംബി വില്ലേജറൊക്കെ ഉണ്ട് ഇവിടെ. സോംബി ഓ മൈ ഗോഡ്. ഫുഡ് കഴിക്കട്ടെ. ഓക്കെ ഹെൽത്ത് ഒന്ന് കയറട്ടെ. ക്രീപ്പർ അയ്യോ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാൽ ഞാൻ ചാവും ഗൈസ്. അമ്മ ചത്ത് ഓ എൻ്റെ പൊന്ന് ഓണമുണ്ടോ എൻ്റെ പൊന്ന്. ഞാനൊരു ധൈര്യശാലി തന്നെ. കൊല്ലു ഒരു ആർക്ക്. ഓട്
ഓ എന്റെ പൊന്നി, ഇത് വലിയ കേവെന്നാണ് ഞാൻ കേറിയപ്പോ ഉദ്ദേശിച്ചത്. പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലായത് ക്രീപ്പ് അവിടെ. ചവല് ചവല് ചവല്. ഒയ്യോ, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യമല്ല ഗൈസ്, നല്ല ചെറിയ കേവാണ് ഗൈസ്. നമുക്ക് എന്നാലും കിട്ടിയ കോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നൈസായിട്ട് പോകാം ഗൈസ്. നമ്മൾ ഇന്നത്തെ ഗോളെന്ന് പറഞ്ഞൊരു പിക്കാക്സ് ഉണ്ടാക്കുന്നതായിരുന്നു. നമുക്ക് ഇന്ന് പിക്കാക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗൈസ് എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു ബിൽഡിങ്ങിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഐഡിയകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ടോർച്ച് വെച്ച് ഗൈസ് എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ പിക്കാക്സിൻ്റെ ആയുസ് ഇപ്പോൾ തീരും, നമ്മുടെ ലൈഫും ഇല്ല നമുക്ക് വലുതായിട്ട്. 10 കോളുകളൊക്കെ അടുപ്പിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്, മേളിലൊരു കോളിൽ. ഓക്കെ, ഇതും കൂടെ അങ്ങ് ഓടിച്ചെടുത്തേക്കാം. എന്തായാലും വന്നു എൻ്റെ പൊന്നി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? നമുക്കിനി കുറച്ച് ദിവസത്തേക്ക് കോളിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി കോളിലല്ലോ. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിയാം. എൻ്റെ ഹെൽത്ത് കഴിച്ച് ഒറ്റൊരു കട്ടയെ കൊടുത്ത് എൻ്റെ പൊന്നെ അവിടേക്കൊന്ന് ലൈറ്റ് വെച്ചിട്ട് വന്നാലോ? ഓടിപ്പോയി മേളില് ലൈറ്റ് വെച്ച് മേളിലേക്ക് കയറി. ഓക്കെ, അമ്മേ അമ്മേ, സ്കെൽട്ടൻ 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 ക്രീപ്പർ എല്ലാവരും ഉണ്ട്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, കിട്ടിപ്പോക്കോ അമ്മേ. എൻ്റെ അയ്യൻ, എൻ്റെ പൊന്നെ, എനിക്ക് വേറെ ഒന്നും പോയാലും സാരമില്ല. എൻ്റെ അയ്യണും കോളും അത് മാത്രം കിട്ടിയാൽ എനിക്ക്. ഗുഹ എവിടെ? ഈ സൈഡിലല്ലേ? സാധനങ്ങൾ അവിടെ ഉണ്ട്. ഹെൽത്ത് പോയാലും കുഴപ്പമില്ല. വേഗം പോ വേഗം പോ വേഗം പോ. സ്പീഡ് പോസ്റ്റ്. അയ്യോ ഡീസ്പോണെ പോലെ. അയ്യോ 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 അയ്യോ, ഏത് ഓർഡർ കിടക്കണം നമ്മളെ സാധനങ്ങൾ. ഓക്കെ, അത്യാവശ്യം ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ. അയ്യോ അയ്യോ. ഓക്കെ 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 ഓക്കെ, എൻ്റെ സാധനങ്ങൾ എൻ്റെ അയൺ, എൻ്റെ കോള്, എൻ്റെ പിക്കാക്സ്, എനിക്കെല്ലാം വേണം. എൻ്റെ കോള്. ഓക്കെ, കിട്ടി കിട്ടി കിട്ടി. അയ്യോ, എൻ്റെ ബോട്ട് എവിടെ? ടോർച്ച് ടോർച്ച് ടോർച്ച്. ഓക്കെ, എൻ്റെ ബോട്ട്. അയ്യോ, എൻ്റെ ബോട്ട് എവിടെ? ബോട്ട് പോയി അമ്മേ, ബോട്ട് പോയി. ഇല്ല ബോട്ട് പോയില്ല. ഓക്കെ, ബോട്ട് കയറി. ഓക്കെ, ലെഫ്റ്റ് ഇരി. ഇനി നമുക്ക് നമ്മുടെ ബേസിന് മുന്നിൽ പോകാം. ഈ ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, പോട്ടെ. ഞാൻ കരുതി അത്യാവശ്യം നല്ലൊരു കേവ് ആയിരിക്കും ഗൈസ്, ബട്ട് അത് വലിയ കേവ് ഒന്നും അല്ല അവിടെ. പക്ഷെ ഇച്ചിരി ലൈറ്റ് ചെയ്യാനുണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. നമ്മുടെ പാർക്കിംഗ് ആയി ഇവിടെ. യെസ്, ഇവിടെ ഒരു ക്രീപ്പറിനെ കണ്ടില്ലേ? അവനിടാ അമ്മേ. ആവശ്യമുള്ള എന്തെങ്കിലും ട്രെയിൽ ഉണ്ടോ എൻ്റെ കയ്യിൽ? നോക്കട്ടെ. സാധാരണമായി വിൽക്കാറുള്ളത് ഞാൻ പറഞ്ഞില്ലേ, പൂവൊക്കെ വിൽക്കാനുള്ളൂ ഇവൻ്റെ കയ്യിൽ. അതുകൊണ്ട് നമുക്ക് ഇവനാ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു പ്രോപ്പർ പാത്തില്ല. നമ്മുടെ വീട് ഇരിക്കുന്നത് തന്നെ ഒരു രേഖോണിച്ചാണ്. അതൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാൻ കഴിയും. അതുകൊണ്ട് പേടിക്കേണ്ടതല്ല. ഇവിടെ സ്ട്രിങ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തന്നെ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളത് ആദ്യത്തെ അയ്യേ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ കഴിയും. അമ്മേ അയ്യോ. എനിക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അധികം വലിയ പ്രോഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ വീഡിയോ ഇടാത്തോണ്ട് ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അയ്യോ നമ്മുടെ ഫാർമസ് പോയത്. അയ്യോ, അതിന് ഞാൻ സ്റ്റോൺ സീലിന് താഴെ തന്നെ മൈൻഡ് ചെയ്യാം. 3 സ്റ്റോൺ നമ്മളിൽ ഓൾറെഡി ഉണ്ട്. താഴെ പോയി സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ടില്ല.
ഇതൊക്കെ ആലോചിക്കണ്ടേ. ആ ഓക്കെ വേണ്ട. അയ്യോ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ അവസ്ഥ. എൻ്റെ കുഞ്ഞേ പിന്നെ നമുക്ക് ഒരു മോപ്പ് ഫാമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. നമ്മളിത് സീരീസ് ഗൈസ് ഞാൻ പെട്ടെന്ന് അല്ല ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ബിൽഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പോകുന്നത്. ഓക്കെ ഞാൻ പറഞ്ഞു ഇതൊരു മൈൻക്രാഫ്റ്റിൻ്റെ ഫേക്ക് വേർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ എൻ്റർ പോർട്ടലൊക്കെ അതിൻ്റെ സിറ്റിയൊക്കെ കാണാൻ ഭയങ്കര ചാൻസ് കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യും എന്തായാലും. ബ്ലേസ് റോഡൊക്കെ കണ്ടുപിടിക്കുന്നതായിരിക്കും നമ്മളെന്തായാലും. കണ്ടുപിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും നമ്മൾ വാർഡനെ കൊള്ളാനേ നമ്മൾ നോക്കത്തുള്ളൂ ഗൈസ്. ഓക്കെ മണ്ടയിലേക്ക് ഇറങ്ങില്ല ഇനി. സ്ട്രിങ് ദൈവങ്ങളെ ഈ സ്ട്രിങ് ഉള്ളത് ഇവിടെ ഇച്ചിരി ഭംഗിയാണ് ഗൈസ്. ഓക്കെ അതിനകത്ത് പിടിച്ച് കയറാൻ പറ്റൂലേ ഇങ്ങോട്ട്? അതെ എന്താ ഇച്ചിരി ഹൈറ്റ് ഇല്ല. ഓ ഞാൻ വച്ചത് സ്ലാബല്ല അതുകൊണ്ട്. ഓക്കെ കയറി ഇത്രേ ഉള്ളൂ. അയ്യോ പ്രോപ്പർ സ്റ്റെപ്പൊക്കെ വേണം കഴിച്ച് ഇവിടെ. തൽക്കാലം ഇത് വെറുതെ ഒരു ഇതാണ് കഴിച്ച്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾ കാണുമ്പോൾ സെറ്റപ്പ് ആക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഇച്ചിരി കോൾ. ഓക്കെ നമ്മുടെ ആദ്യത്തെ അയ്യോ ഇനി എന്താ പേര് പറയണം? അയ്യനും കാര്യങ്ങളൊക്കെ ഇതേ സ്മെൽറ്റ് ആയിട്ട് നമുക്ക് ഇപ്പം തന്നെ നമുക്ക് പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിന് മുമ്പ് എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്തോട്ടെ. ഫുഡ് ഇട്ട് നമുക്കൊരു വാളുണ്ടാക്കാം. നമുക്ക് എല്ലാ സ്പെയർ ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ ആക്സും ഒഴിച്ച് ബാക്കി എല്ലാ സ്പെയർ സാധനങ്ങളും ഉണ്ടാക്കണം ഗൈസ്. സ്റ്റോൺ ഇരുന്നോട്ടെ. ടോർച്ച് പകുതി വിടുന്നോട്ടെ, പകുതി നമ്മുടെ കഴിഞ്ഞോട്ടെ. ഫുഡ് മെലൻ കഴിഞ്ഞല്ലേ? കഴിഞ്ഞതല്ല, ഞാൻ ചത്തപ്പോൾ അവിടെ പോയതാണ്. ഓക്കെ നമ്മൾ സ്റ്റോൺ വെച്ച് എല്ലാ ടൂൾസ് 1 2 3 4 5. ഓക്കെ എന്നിട്ട് ഷവലും പോയി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് 2 ഇതുണ്ടായിരുന്നു നമുക്ക്. നമുക്ക് ഇപ്പോൾ അത്യാവശ്യം കൂടുതൽ സാധനങ്ങളായി കുഴപ്പമില്ല കഴിച്ചിരുന്നോട്ടെ. ഇത് വിടുന്നിട്ട് കബിൾ സ്റ്റോൺ ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ഫുഡ് വേറെ ഉള്ള ടോർച്ച് ഇരുന്നോട്ടെ. ഇത് നമ്മുടെ 3 സ്ഥലത്ത് നമ്മുടെ ആദ്യത്തെ പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. 1 2 3 അപ്പം യെസ് ഗൈസ്. ഈ പിക്കാക്സ് എന്തായാലും ഞാൻ എടുക്കുന്നില്ല, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഇങ്ങനെ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.